Morning to all. Today I am going to teach DIC, SIDCO, Khadi Village Industries Commission. Entrepreneurs plays an important role in the economy of India. Most of the entrepreneurs who start MSMEs do not have strong financial background. Therefore, a number of institutions has been set up by the central government and state government to support entrepreneurs and to promote MSMEs. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് DIC, ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, സിഡ്കോ. ഫസ്റ്റ് ഈസ് DIC. DIC expand form of DIC, District Industries Center. District Industries Center. The DIC is the institution at a district level which provide all the service and support facility to the entrepreneurs for starting micro, small and medium entrepreneurs in a particular area. The DIC was started up by the central government in 1978. DIC അതായത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ, ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസ്ട്രിക്റ്റ് ലെവലിലാണ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രനേഴ്സിനെ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് DIC എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഇൻ 1978. The DIC is the institution at a district level which provide all the service and support facilities to the entrepreneurs for starting micro, small and medium entrepreneurs in a particular area. The DIC was started by the central government in 1978. ഈ DIC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം സ്മോൾ ആൻഡ് മീഡിയം മൈക്രോ ഓൺട്രപ്രനേഴ്സിന് ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏരിയയിലുള്ള ആ ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കാനായിട്ടാണ് DIC, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വി മൂവ് ടു ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് DIC. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു ആക്സിലേറ്റ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഓഫ് ദി ഡിസ്ട്രിക്ട്. സെക്കൻഡ്, ടു ഡെവലപ്പ് റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ. Third point, to centralize the procedure required for starting new industrial unit. Fourth point, to make available the benefit of government schemes. First point, to accelerate industrial growth of the district. ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ആ പർട്ടിക്കുലർ ഏരിയയിലെ ഡെവലപ്മെൻറ്റ് DIC വഴി പോസിബിളാണ്. അതായത് ആ പർട്ടിക്കുലർ ഏരിയയിലേക്ക് ഈ ഓൺട്രപ്രനേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ഫിനാൻഷ്യൽ ഹെൽപ്പും അതിൻ്റെ ക്ലിയറൻസ് ഫെസിലിറ്റീസൊക്കെ സ്പീഡാക്കാനുള്ള പ്രൊസീജിയേഴ്സ് കൊടുക്കുമ്പോൾ അവിടെ കൂടുതൽ പേര് ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതുവഴി കുറേ പേർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അവർ സെൽഫ് റിലയൻ്റ് ആവും. അവിടെ പോവർട്ടി നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ബെനിഫിറ്റും അതിലുണ്ട്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കാം. സെക്കൻഡ് പോയിൻറ്റ്, ടു ഡെവലപ്പ് റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ. അതായത് റൂറൽ ഏരിയയിലെ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ് DIC വഴി പോസിബിളാണ്. തേർഡ് പോയിൻറ്റ്, ടു സെൻട്രലൈസ് ദ പ്രൊസീജിയർ റിക്വയർഡ് ഫോർ സ്റ്റാർട്ടിംഗ് ന്യൂ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ഒരു പുതിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് നമുക്കറിയാം, ഏത് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആയാലും അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് വേണം. ഈ പ്രൊസീജിയേഴ്സൊക്കെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് DIC ഹെൽപ്പ് ചെയ്യുന്നു. ടു സെൻട്രലൈസ് ദ പ്രൊസീജിയർ റിക്വയർഡ് ഫോർ സ്റ്റാർട്ടിംഗ് ന്യൂ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ടൈം അത് കുറച്ചു കൊടുക്കാനായിട്ട് DIC ഹെൽപ്പ് ചെയ്യും. ഫോർത്ത് പോയിൻറ്റ്, ടു മേക്ക് അവൈലബിൾ ദ ബെനിഫിറ്റ് ഓഫ് ഗവൺമെൻറ് സ്കീംസ്. നമുക്കറിയാം ഈ MSMEസിനൊക്കെ പല ഗവൺമെൻറ് സ്കീമുകളുണ്ട്. ഈ മൈക്രോ ആൻഡ് മീഡിയം ഓൺട്രപ്രനേഴ്സ് പല സ്കീമുകളെക്കുറിച്ചും അറിയാതിരിക്കുന്നുണ്ട്. അപ്പോൾ DIC വഴി ഈ ഗവൺമെൻറ് സ്കീമുകൾ പബ്ലിക്കിൻ്റെ കയ്യിലേക്ക്, അതായത് ഓൺട്രപ്രനേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ്, ടു ആക്സിലേറ്റ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഓഫ് ദി ഡിസ്ട്രിക്ട്. സെക്കൻഡ് പോയിൻറ്റ്, ടു ഡെവലപ്പ് റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ. Third point, to centralize the procedure required for starting new industrial unit. Fourth, to make available the benefit of government scheme. അപ്പോൾ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1978 ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഫോർ അസിസ്റ്റിംഗ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രനേഴ്സ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. Next we move to the functions of DIC.
First function is to help in identifying new entrepreneur. Second point, help in selection of project. Third point, help in purchase of fixed asset. Fourth point, help in getting clearance from various department. Fifth point, assistance to raw material supplier. Sixth point, it arrange for the financial assistance to village artisans and handicrafts. Seventh, it assist SSI unit and rural artisans to get subsidies. Eighth point, it gives training to rural entrepreneurs. Ninth point, the scheme of self-employment for unemployed educated youth was introduced in 83-84 through DIC. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഹെൽപ്പ് ഇൻ ഐഡൻറ്റിഫൈങ് ന്യൂ ഓൺട്രപ്രനേഴ്സ്. DIC വഴി പുതിയ ഓൺട്രപ്രനേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത ഓൺട്രപ്രനേഴ്സിന് പ്രൊജക്റ്റുകൾ സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ. ഇതിന് ഹെൽപ്പ് ഇൻ ഐഡൻറ്റിഫൈങ് ന്യൂ ഓൺട്രപ്രനേഴ്സിനെ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ആ ന്യൂ ഓൺട്രപ്രനേഴ്സിന് പർട്ടിക്കുലർ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ട, നമുക്കറിയാം മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രനേഴ്സിന് ഫിക്സഡ് അസറ്റ്, അതുപോലെ തന്നെ ലാൻഡ് മിഷനറി ഒക്കെ വാങ്ങണം. അതിന് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് DIC മൈക്രോ ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഹെൽപ്പ് ഇൻ ഗെറ്റിംഗ് ക്ലിയറൻസ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കറിയാം നമ്മളൊരു ഓൺട്രപ്രനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് കിട്ടണം. ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടാനുള്ള പ്രൊസീജിയേഴ്സ് റെഡ്യൂസ് ചെയ്ത് ഓൺട്രപ്രനേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് DIC ഹെൽപ്പ് ചെയ്യും. ഫോർത്ത് പോയിന്റ്, ഹെൽപ്പ് ഇൻ ഗെറ്റിംഗ് ക്ലിയറൻസ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടാനായിട്ട്, അതിന് ഈസി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫിഫ്ത്ത് പോയിന്റ്, അസിസ്റ്റൻറ്റ് ടു റോ മെറ്റീരിയൽ സപ്ലയർ. അതായത് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നവരെ അസിസ്റ്റ് ചെയ്യാനും DIC ഹെൽപ്പ് ചെയ്യും. അസിസ്റ്റ് ടു റോ മെറ്റീരിയൽ സപ്ലയർ. റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നവർക്ക് പ്രോപ്പറായിട്ടുള്ള, അതായത് നമുക്കറിയാം MSMEസിന് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ എന്ത് വേണം? റോ മെറ്റീരിയൽ വേണം. ആ റോ മെറ്റീരിയൽ സപ്ലൈസിൻ്റെ നിന്ന് കിട്ടാൻ വേണ്ട അസിസ്റ്റൻസും DIC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിക്സ്ത് പോയിന്റ്, ഇറ്റ് അറേഞ്ച് ഫോർ ദി ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു വില്ലേജ് ആർട്ടിഷൻസ്. അതുപോലെ വില്ലേജ് ആർട്ടിഷൻസിനും ഹാൻഡിക്രാഫ്റ്റ്സിനൊക്കെ വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് DIC പ്രൊവൈഡ് ചെയ്യും. സെവൻത്ത് പോയിന്റ്, അസിസ്റ്റ് SSI യൂണിറ്റ്സ് ആൻഡ് റൂറൽ ആർട്ടിഷൻ ടു ഗെറ്റ് സബ്സിഡീസ്. അതായത് വേരിയസ് സബ്സിഡീസ് കിട്ടാനായിട്ട്. നമുക്കറിയാം ഗവൺമെൻറ് ഒരുപാട് സബ്സിഡീസ് ഈ MSMEസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സബ്സിഡീസൊക്കെ ആഡ്ക്വേറ്റ് ആയിട്ടുള്ള ടൈമിൽ അവരുടെ എത്തിക്കാനായിട്ട് DIC ഹെൽപ്പ് ചെയ്യും. ഇറ്റ് അസിസ്റ്റ് SSI യൂണിറ്റ് ആൻഡ് റൂറൽ ആർട്ടിഷൻസ് ടു ഗെറ്റ് സബ്സിഡീസ് സച്ച് എസ് പവർ സബ്സിഡറി, ഇൻട്രസ്റ്റ് സബ്സിഡറി ഫോർ എൻജിനീയേഴ്സ്, സബ്സിഡീസ് ആൻഡ് IRDP Act, etc. Eighth point, it gives training to rural entrepreneur. റൂറൽ ഓൺട്രപ്രനേഴ്സിന് നമുക്കറിയാം മീഡിയം ആൻഡ് സ്മോൾ ഓൺട്രപ്രനേഴ്സിനൊന്നും പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഇല്ലാണ്ടായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ട്രെയിനിങ് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഫെസിലിറ്റിയും DIC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നയൻത്ത് പോയിന്റ്, ദ സ്കീം ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ അൺഎഡ്യൂക്കേറ്റഡ് യൂത്ത് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അൺഎംപ്ലോയ്ഡ് എഡ്യൂക്കേറ്റഡ് യൂത്തിന് വേണ്ടിയുള്ളൊരു പ്രസ്ഥാനം, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 83-84. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് DIC വഴിയാണ്. ദ സ്കീം ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സ്കീം, അൺഎംപ്ലോയ്മെൻറ്റഡ് എഡ്യൂക്കേറ്റഡ് യൂത്തിന് വേണ്ട ഈ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്തത് 83-84 ത്രൂ DIC. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഹെൽപ്പ് ഇൻ ഐഡൻറ്റിഫൈങ് ന്യൂ ഓൺട്രപ്രനേഴ്സ്. സെക്കൻഡ് പോയിന്റ്, ഹെൽപ്പ് ഇൻ സെലക്ഷൻ ഓഫ് പ്രൊജക്ട്. തേർഡ്, ഹെൽപ്പ് ഇൻ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. Fourth, help in getting clearance from various department. Fifth, assistant to raw material supplier. Sixth, it arrange for the financial assistance to village artisans and handicrafts. Seventh, it assists the SSI unit and rural artisan to get subsidies. Eighth point, it gave training to rural entrepreneurs. Ninth point, the scheme of self-employment for uneducated youth was introduced in 83-84 through DIC. So this DIC is an institution which provide various
financial assistance to MSMEs for the development of these industries. Next we move to Khadi Village Industries Commission, KVIC. Khadi Village Industries Commission, KVIC. KVIC is a statutory organization. It was established in 1957 under an Act of Parliament. It is engaged in promoting khadi and village industries with a view to create employment opportunity in the rural area. ഈ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി റൂറൽ ഏരിയയിലുള്ള എംപ്ലോയീസിന് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് KVICയുടെ മെയിൻ എയിം. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ് ആൻഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1957 ഒരു പാർലമെൻറ്റ് ആക്ട് വഴിയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. KVIC is a statutory organization. It was established in 1957 under an Act of Parliament. Is engaged in promoting khadi and village industries with a view to create employment opportunity in rural area. Next we move to the objective of KVIC. First objective is rural development through industrialization. Second, creation of employment opportunity in rural area. Third point, promotion of self-reliance among people. Fourth point, eradication of rural poverty. First point, rural development through rural industrialization. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ഖാദി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ റൂറൽ ഏരിയയിലുള്ള ഒരുപാട് അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടും. അതുവഴി അവർ സെൽഫ് റിലയൻ്റ് ആവും, പോവർട്ടി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ റൂറൽ ഏരിയയിൽ ഡെവലപ്മെൻറ്റും പോസിബിളാണ്. ഫസ്റ്റ് പോയിന്റ്, റൂറൽ ഡെവലപ്മെൻറ്റ് ത്രൂ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ. സെക്കൻഡ് പോയിന്റ്, ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ റൂറൽ ഏരിയ. അതായത് ആ പർട്ടിക്കുലർ റൂറൽ ഏരിയയിൽ എംപ്ലോയ്മെൻറ്റുകൾ കുറേ പ്രൊവൈഡ് ചെയ്യാനും ഇത് സഹായിക്കും KVIC. തേർഡ് പോയിന്റ്, പ്രൊമോഷൻ ഓഫ് സെൽഫ് റിലയൻസ് എമംഗ് പീപ്പിൾ. അതായത് ജനങ്ങളുടെ ഇടയിൽ സെൽഫ് റിലയൻസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി. നമുക്കറിയാലോ, നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ റൂറൽ ഏരിയയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അവിടെ ഒരുപാട് പേർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും, അവർ സെൽഫ് റിലയൻ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് എന്തും കൂടി ഒഴിവാക്കാൻ പറ്റും, പോവർട്ടി. കാരണം അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് KVIC ഇൻക്ലൂഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ത്രൂ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ. സെക്കൻഡ്, ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ റൂറൽ ഏരിയ. Third, promotion of self-reliance among people. Fourth, eradication of rural poverty. Next, we move to the functions of KVIC. Khadi Village Industries Corporation. Functions of KVIC. First function is to plan and organize training program for potential entrepreneurs. Second point, to supply raw material at a reasonable rate. Third point, to promote marketing and sale of khadi product. Fourth point, to provide consultancy for the revival of SIC unit. Fourth point, to explore the possibility of exporters of KVIC product. Fifth point, to provide financial support to eligible individuals and institutions. First point പറയുന്നത്, to plan and organize training program for potential entrepreneurs. പൊട്ടൻഷ്യൽ ഓണ്ടർപ്രനേഴ്സിന് അതായത് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും KVIC ഹെൽപ്പ് ചെയ്യുന്നു. ടു പ്ലാൻ ആൻഡ് ഓർഗനൈസ് ട്രെയിനിങ് പ്രോഗ്രാം ഫോർ പൊട്ടൻഷ്യൽ ഓണ്ടർപ്രനേഴ്സ്. സെക്കൻഡ് പോയിന്റ്, ടു സപ്ലൈ റോ മെറ്റീരിയൽ അറ്റ് റീസണബിൾ റേറ്റ്. റീസണബിൾ റേറ്റിൽ റോ മെറ്റീരിയൽസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നു? KVIC മാനുഫാക്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. ടു സപ്ലൈ റോ മെറ്റീരിയൽ അറ്റ് റീസണബിൾ റേറ്റ്. Third point, to promote marketing and sale of khadi product. ഖാദി പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിനും സെയിലിനും പ്രൊമോട്ട് ചെയ്യാനായിട്ട് KVIC ഹെൽപ്പ് ചെയ്യുന്നു. ടു പ്രൊമോട്ട് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ ഓഫ് ഖാദി പ്രൊഡക്റ്റ്. ഫോർത്ത് പോയിന്റ്, ടു പ്രൊവൈഡ് കൺസൾട്ടൻസി ഫോർ ദി റിവൈവൽ ഓഫ് SIC യൂണിറ്റ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു SIC യൂണിറ്റ് എന്താണെന്ന്. അതായത് ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റിൻ്റെ അൺഹെൽത്തി സിറ്റുവേഷനെയാണ് നമ്മൾ SIC യൂണിറ്റ് എന്ന് പറയുന്നത്.
ആ സിക്ക് യൂണിറ്റിൻ്റെ റിവൈവലിന് വേണ്ടി, അതായത് ആ സിക്ക് യൂണിറ്റിൻ്റെ റീഹാബിലിറ്റൈസേഷനും വേണ്ടിയും KVIC ഹെൽപ്പ് ചെയ്യുന്നു. ടു പ്രൊവൈഡ് കൺസിസ്റ്റൻസി ഫോർ ദി റിവൈവൽ ഓഫ് സിക്ക് യൂണിറ്റ്. ഫോർത്ത് പോയിന്റ്, ടു എക്സ്പ്ലോർ ദ പോസിബിലിറ്റി ഓഫ് എക്സ്പോർട്ടേഴ്സ് ഓഫ് KVIC പ്രൊഡക്റ്റ്. KVIC പ്രൊഡക്റ്റിൻ്റെ എക്സ്പോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്യാനും KVIC ഹെൽപ്പ് ചെയ്യുന്നു. ടു എക്സ്പ്ലോർ ദ പോസിബിലിറ്റി ഓഫ് എക്സ്പോർട്ടേഴ്സ് ഓഫ് KVIC പ്രൊഡക്റ്റ്. ഫിഫ്ത്ത് പോയിന്റ്, ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു എലിജിബിൾ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എലിജിബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനും ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും KVIC. To provide financial support to eligible individuals and institutions. So this KVIC is also an institution which provide MSMEs for the development of these entrepreneurs. Next we move to the SIDCO, Small Industries Development Corporation. SIDCO, Small Industries Development Corporation. In many state government, for the promotion of small scale industries, a separate corporation has been set up. This corporation is known as Small Industries Development Corporation. They undertake all kind of activities for the promotion of small scale industries. In short, they provide infrastructure facility to small scale industries. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ട വേരിയസ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അതായത് റോഡ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇങ്ങനെ പല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും സിഡ്കോ സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ സിഡ്കോ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇത് റൺ ചെയ്യുന്നത്. സിഡ്കോ ഇൻ മെനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ദ പ്രൊമോഷൻ, അവർ മെയിനായിട്ട് എയിം ചെയ്യുന്നത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രണേഴ്സിൻ്റെ പ്രൊമോഷനാണ് അവർ എയിം ചെയ്യുന്നത്. എ സെപ്പറേറ്റ് കോർപ്പറേഷൻ ഹാസ് ബീൻ സെറ്റപ്പ്. ആ കോർപ്പറേഷനാണ് ഈ ഡെവലപ്മെൻറ്റ്, അതായത് MSMEസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്ത കോർപ്പറേഷനാണ് സിഡ്കോ, സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അതായത് സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റാണ് അവർ എയിം ചെയ്യുന്നത്. ദേ അണ്ടർടേക്ക് ഓൾ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോഷന് വേണ്ടിയുള്ള വേരിയസ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ് ഓഫ് സിഡ്കോ. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സിഡ്കോ ഈസ് ടു സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ സ്മോൾ സ്കെയിൽ സെക്ടർ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലുള്ള അവരുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതാണ് സിഡ്കോൻ്റെ മെയിൻ എയിം. The main aim of SIDCO is to stimulate the growth of industries in the small scale sector. Second point, they provide infrastructure facility. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്തൊക്കെയാണെന്നറിയാലോ, റോഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, ഇങ്ങനത്തെ പലതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും സിഡ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ്, ടു പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. ഇറ്റ് പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു വേരിയസ് MSME യൂണിറ്റ്, അതായത് ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസുകൾ എന്തെങ്കിലും വേണമെങ്കിൽ അതും സിഡ്കോ പ്രൊവൈഡ് ചെയ്യുന്നത്. ടു പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടു MSMEs. ഫോർത്ത് പോയിന്റ്, ടു പ്രൊവൈഡ് സ്കിൽഡ് ലേബർ. നമുക്കറിയാം ഈ മൈക്രോ ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അവിടെ എംപ്ലോയീസൊക്കെ അത്ര സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആയിരിക്കില്ല. അപ്പോൾ ആ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക. ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതും ആരാണ്? സിഡ്കോ ആണ്. ടു പ്രൊമോട്ട് സ്കിൽഡ് ലേബർ. സിഡ്കോയുടെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സിഡ്കോ ഈസ് ടു സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ദ സ്മോൾ സ്കെയിൽ സെക്ടർ. സ്മോൾ സ്കെയിൽ സെക്ടറിലുള്ള ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ് ഏതൊക്കെ? DICയും സിഡ്കോ, ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ്, ഇതൊക്കെ അവരൊക്കെ ഈ സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് വഴി ഓൾ ഇൻഡസ്ട്രീസിൻ്റെയും ഡെവലപ്മെൻറ്റാണ് അവർ എയിം ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അതുവഴി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് പോസിബിളാണ്. The main objective of SIDCO is to stimulate the growth of industries in the small scale sector. ആ പർട്ടിക്കുലർ സ്മോൾ സ്കെയിൽ സെക്ടറിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ആണ് സിഡ്കോ വഴി പോസിബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് പോയിന്റ്, ദേ പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. പലതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അതായത് റോഡ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇതൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നു? സിഡ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ്, ടു പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്.
പലതരത്തിലുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസും സിഡ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് സ്കിൽഡ് ലേബേഴ്സിനെയും സിഡ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിന്ന് ഫസ്റ്റ് പഠിച്ചത് DIC. എന്താണ് DIC? ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. 1978 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊവൈഡ് സപ്പോർട്ട് ഫെസിലിറ്റീസ് ടു ദി ഓൺടർപ്രണേഴ്സ് ഫോർ സെറ്റിംഗ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രണേഴ്സ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഇൻഡസ്ട്രീസ്, മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രണേഴ്സിലുള്ള ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റാണ് ഇത് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് സെൻട്രൽ ഗവൺമെൻറ്റാണ് 1978. ഇത് DICയുടെ ഫംഗ്ഷനിൽ വരുന്നത് അവർ ന്യൂ ഓൺടർപ്രണേഴ്സിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും, ആ പർട്ടിക്കുലർ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യും, അതുപോലെ ഗെറ്റിംഗ് ക്ലിയറൻസ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ ഒരുപാട് ഫെസിലിറ്റി DIC MSMEസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് KVIC, ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1957. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്. ഇത് മെയിൻ എയിം എന്ന് വെച്ചാൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക, ഒരു പർട്ടിക്കുലർ റൂറൽ ഡെവലപ്മെൻറ്റ് റൂറൽ ഏരിയയിൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക, അവരെ സെൽഫ് റിലയൻസ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ അവരുടെ റൂറൽ പോവർട്ടിനെ ഇല്ലായ്മ ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയാണ് KVIC എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സിഡ്കോ, സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇത് മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിനാണ്. അവർ വേരിയസ് ടൈപ്പ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അതായത് റോഡ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇത്രയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻസ്, അത് സ്കിൽഡ് ലേബേഴ്സിനൊക്കെ ഈ സിഡ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ 3 ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ സിഡ്കോ, വാട്ട് ഈസ് മീൻ ബൈ DIC. Okay, thank you.